ഒന്നര പതിറ്റാണ്ടിന് ശേഷം മലയാളത്തിലേക്ക് ദേശീയ അവാർഡ് കൊണ്ടുവന്ന താരവും അതിലുപരി സമകാലിക നാടകരംഗത്തെ പ്രഗത്ഭ താരവുമായ അഭിനേത്രിയുമായ സുരഭിയാണ് ഇന്ന് നമ്മോടൊപ്പം മീഡിയ എഡിറ്റേഴ്സിൽ. നമസ്കാരം സുരഭി. നമസ്കാരം. ദേശീയ അവാർഡ് നേടിത്തന്ന ചിത്രം മിന്നാമിനിങ് ഇപ്പോൾ തിയേറ്ററുകളിലാണ്. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ 10-20 വയസ്സ് കൂടുതലുള്ള ഒരു കഥാപാത്രമാണ് ചിത്രത്തിൽ. എങ്ങനെയാണ് എല്ലാ സൂക്ഷ്മവശങ്ങളും നടത്തമാകട്ടെ ഇരുത്തമാകട്ടെ എല്ലാം അങ്ങനെ വിശകലനം ചെയ്ത് ആ കഥാപാത്രത്തെ ഏറ്റെടുത്തത്, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയായിരുന്നു? അല്ല സാർ, ഞാൻ സിനിമയിൽ അഭിനയിച്ച ഒട്ടുമിക്ക കഥാപാത്രങ്ങളും എന്നെക്കാളും പ്രായം കൂടിയവരായിരിക്കും, എന്നെക്കാളും ദാരിദ്ര്യം കൂടിയവരായിരിക്കും, എന്നെക്കാളും കഷ്ടപ്പാടും വിദ്യാഭ്യാസവും കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു പുത്തരിയായിരുന്നില്ല. എനിക്ക് എൻ്റെ പ്രൊഫൈൽ വെക്കാൻ പറ്റും. ഇത് ആരെങ്കിലും എന്നോട്, ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു എന്തെങ്കിലും വേഷം ഉണ്ടോടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എടി നിന്നെ തട്ടിട്ടിട്ടല്ലാതെ ഇപ്പം സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ നമ്മളൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഇത് വന്നപ്പം അതല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് മനോജ് റാംസിംഗ് എന്ന എഴുത്തുകാരൻ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഇത് വായിച്ചു നോക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യൂ, ധന്യമായി എൻ്റെ ജീവിതം. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്കങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള പരിചയവുമില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡാണല്ലോ കൂടുതലായിട്ടുള്ളത്, ഇങ്ങനെ കാക്ക വരുന്നു, പൂച്ച നടക്കുന്നു, അങ്ങനെയൊക്കെ ഇതങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇത് തീരൂലേ. അപ്പം അവാർഡ് പടം എന്നുള്ള നമ്മൾ തോന്നുന്നൊരിതുണ്ടല്ലോ. അപ്പോൾ ഇപ്പുറത്ത് കുറച്ച് ഡയലോഗ്സൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, സിജോയേട്ടനോടും ജിത്തുവിനോടും ഒക്കെ അങ്ങനെ അത് എന്താ, അപ്പോൾ അവർക്ക് നല്ല പരിചയമുള്ളൂ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ 2 മിനിറ്റ് കൊണ്ട് തീരുത്, ക്യാമറ ഒന്ന് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ, നീ വായിച്ചെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല കയ്യക്ഷരമായതുകൊണ്ട് താത്ത ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് അത് വായിച്ച് നോക്കിയപ്പം ശരിക്കും ഇതെനിക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ടായി അത് വായിച്ചപ്പം. അങ്ങനെയാണ് ആ കഥാപാത്രത്തിലേക്ക് പോകുന്നത്. പിന്നെ അത് ചെയ്യാൻ തുടങ്ങിയപ്പം തലേന്ന് ഞാൻ വീണ്ടും ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ്, ഇത് പടം കണ്ടല്ലോ അല്ലേ, പിന്നെ ഇത് പട്ടയം കിട്ടിയ ഭൂമിയാണ്, പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിച്ചപ്പം അവരെല്ലാവരും തിരുവനന്തപുരത്തുള്ള ആക്ടേഴ്സാണ്, ഞാൻ മാത്രമേ പുറത്തുനിന്ന് വരുന്നുള്ളൂ, പിന്നെ റബേക്ക ഉള്ളൂ. ലൊക്കേഷൻ എല്ലാം തിരുവനന്തപുരമാണ്. അപ്പോൾ എന്തായാലും അവിടെ താമസിച്ചിട്ടുള്ള ഒരാളായിരിക്കും എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് തിരുവനന്തപുരം സ്ലാങ് ഒന്ന് പിടിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ നോക്കിയിരുന്നപ്പം എനിക്ക് തലേന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടി വായിച്ചപ്പം എനിക്ക് എൻ്റെ മീന മേട്ടർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേട്ടൻ, ഹോസ്റ്റൽ മേട്ടൻ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ തെളിഞ്ഞു. നമുക്ക് ആരെയിലേക്കെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ അവരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. സിനിമ കാണുമ്പോൾ അവരെ അറിയാവുന്നവരും ഉണ്ടാവും, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്കൊരു എനർജി ഉണ്ട്, അവരിങ്ങനെ ഭയങ്കര താഴ്ന്നൊരു ഇതിലാണ്. പക്ഷെ ഒരു ചില സമയത്ത് അവർ ഭയങ്കര ഈറ്റപ്പുലീനെ പോലെ നമ്മളോട് നിൽക്കുകയും ചെയ്യും. അപ്പം ആ ഒരു സാധനം എടുത്ത് അങ്ങനെ പിന്നെ വിശ്വസിക്കുക എന്നുള്ള ഒരു സാധനവും കൂടിയുണ്ട്. മലയാള സിനിമയിൽ ഇതുവരെയും നിലം തുടയ്ക്കുന്ന ഒരു സ്ത്രീയിലേക്ക് ക്യാമറ തിരിഞ്ഞിട്ടുള്ളത് എപ്പോഴും അവരുടെ ചില നഗ്നതയെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. പക്ഷെ ഇവിടെ ആ കഥാപാത്രത്തിൻ്റെ വിയർപ്പ്, അതിൻ്റെ ദുർഗന്ധം അടക്കം നമ്മളുടെ മൂക്കിലേക്ക് വരുന്ന രീതിയിലേക്ക് വരുന്നു. ഇതേപോലെ ഈ സിനിമ കണ്ടിട്ട് വിളിച്ച നാട്ടുകാരോ നാടൻ പ്രേക്ഷകരോ അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പലരും അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ അതിൽ ശരിക്കും നീ കുറേ നേരം പണിയെടുത്തിട്ടാണോ നിന്നത്, അല്ലെങ്കിൽ ആ വൈകുന്നേരത്തെ നടത്തം, അങ്ങനെ ഓരോന്നും സിനിമേനെ പറ്റി അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിരൂപണമൊന്നും ചെയ്യാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ബനേഷേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോ ആളുകളും അങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു ഫ്ലാറ്റ് അത്രയും നേരം ഓടി രാവിലെ തൊട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ്, അവർക്ക് കുറച്ച് പൈസയും കൂടി വേണം, അതിനപ്പം എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഞാൻ ചെയ്യാം രാജീവേ എന്ന് പറഞ്ഞിട്ടാണ് കയറിപ്പോയിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് കാണിക്കുന്ന അത്രയും പൊടിയില്ല, അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വീട്ടിൽ പണിയെടുക്കുന്നതാണല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഇതുണ്ടാവും. ഈ MIT മൂസ നിങ്ങൾ ഏതാണ്ട് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നിർത്തിയ ഘട്ടത്തിലാണ് ദേശീയ പുരസ്കാരം വരുന്നത്. അപ്പോൾ MIT മൂസയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും അതിലെ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നവരെല്ലാവരും തന്നെയും നിങ്ങൾ സിനിമയിലേക്കൊരു ബ്രേക്ക് തേടി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് അല്ലേ? അപ്പോഴാണ് ദേശീയ അവാർഡ്. അപ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈത്രയാത്ര, ഒരു പ്രയാണം ഉണ്ടാവുമായിരുന്നു. MIT മൂസ കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രയാണം. പെട്ടെന്ന് ദേശീയ അവാർഡ് അവിടെ വന്ന് വീഴുമ്പോൾ അത് പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതെങ്ങനെയാണ് ബാധിച്ചത്? അത് ആൾക്കാർ വിചാരിച്ചത് ഞാൻ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം MIT മൂസ നിർത്തി എന്നുള്ളതാണ്.
അപ്പോൾ ദേശീയ അവാർഡൊക്കെ കിട്ടിയല്ലോ, നിങ്ങൾ MIT മൂസ നിർത്തിയില്ലേ, നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളൊക്കെ അറിഞ്ഞത് MIT മൂസയിലായിരുന്നു, അല്ലാണ്ട് നിങ്ങളെ അവാർഡ് കിട്ടിയ സിനിമയൊന്നും അല്ല എന്നുള്ളൊരു ആരോപണം ലൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഞാനാണെങ്കിലും വിനോദേട്ടനാണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങൾ കുറേ കാലം ഇതിങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾക്ക് സിനിമയിൽ നിന്ന് വരുന്ന വിളികളൊക്കെ ഇതേപോലെ അങ്ങനെ വന്നു. പിന്നെ 350 എപ്പിസോഡാണ് ചാനൽ ഞങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. അത് പൂർത്തിയാക്കി രാത്രി 2 മണിക്കാണ് ഞങ്ങളത് പൂർത്തിയാക്കുന്നത്. ആ സീരിയൽ അത് പൂർത്തിയാക്കി വീട്ടിൽ പോയി കുളിച്ച് ഞാനും എൻ്റെ ബ്രദറും വിനോദേട്ടനും എയർപോർട്ടിൽ പോയി 5 മണിയത്തെ ഫ്ലൈറ്റിൽ കയറിയതാണ്. പിന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. 1 മണിക്കൂർ ആകാശത്ത് എവിടെയോ സംഭവം ബ്ലോക്ക് വിട്ട് ടോളിലോ എവിടെയെങ്കിലും ബ്ലോക്ക് പെട്ട് അവിടെ നിന്നു. ഞങ്ങളവിടെ കറക്റ്റ് അവിടെ എത്തിയപ്പം ഇവിടെ TV ഇങ്ങനെ സ്ക്രോളിങ് പോകുന്നുണ്ടായിരുന്നു അത്രേ, സുരഭി നാഷണൽ അവാർഡ്. അപ്പം ഞങ്ങളോട് അവർ വന്ന് പറഞ്ഞത് അവാർഡ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വെച്ചാൽ സ്റ്റേറ്റ് അവാർഡിന് പരാമർശം ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ എൻ്റെ ചൂടൊക്കെ പോയി. താങ്ക് യു എന്നാണ്. ഇനി ഇവർ നേരത്തെ അറിഞ്ഞു വന്നതാണോ എന്നും വിചാരിച്ച ആൾക്കാർ. അപ്പോൾ പിന്നെയാണ് ഇത് വന്നത്. പിന്നെ അടിച്ചു മോനെന്ന് പറഞ്ഞു. ദേശീയ പുരസ്കാരം ഒരു സാധാരണഗതിയിൽ ദേശീയ പുരസ്കാരം കിട്ടുന്നവരൊക്കെ പറയും തീർത്തും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല, പക്ഷെ ഇത് ആ നിലയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണോ? സത്യമായിട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ എൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കൂ, ഞാനൊരു സിനിമയിലൊരു നായികയല്ല. നായികയായിട്ട് അങ്ങനെ സിനിമകളൊന്നും ഒരു നായിക എന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു നായകൻ്റെ ഇതായിട്ട് വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന് പറഞ്ഞ സിനിമയിലും പിന്നെ ഒരു ലവ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെ മെയിൻ നായികയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എങ്ങനെ എനിക്ക് ആഗ്രഹിക്കാൻ പോലും ഒരു അർഹതയുണ്ടെന്ന് തോന്നിയിട്ടില്ല നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ളത്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു സഹനടിക്കുള്ള ഒരു അവാർഡ് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ വാങ്ങണം. അതുവരേക്കും നമ്മളിവിടെ തന്നെ നിന്ന് ആ ഘട്ടത്തിലേക്ക് ഒന്ന് വളരണമെന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്താണ് മുസ്തഫ, കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു അത് കിട്ടണേ, അതെങ്കിലും ഒന്ന് അവിടെ കിട്ടിയിരുന്നു കൊള്ളാമായിരുന്നു എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ അതിൽ പിന്നെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വിനായകൻ, മലയാളത്തിൽ നിന്ന് വിനായകൻ, അതേപോലെ തന്നെ മിന്നാമിനുങ്ങിലെ സുരഭിയുടെ പ്രകടനവും മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെ അത് മാത്രം ഇങ്ങനെ നോക്കിയിരുന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഞാൻ തന്നെ അങ്ങ് പ്രതീക്ഷിച്ചു കുറേ. അതിങ്ങനെ നമ്മൾ ഊണിലും ഉറക്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരുന്നിരുന്നു. അത് കിട്ടിയാൽ എങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കും എന്നുള്ളത് നമ്മൾ റിഹേഴ്സൽ ചെയ്തിരുന്നു. ഞാൻ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഞാൻ തന്നെ സംസാരിക്കും, ഞാൻ തന്നെ ഉത്തരം പറയും. അത് അങ്ങനെ സ്വയം ഇന്റർവ്യൂ ചെയ്തത് ദേശീയ തലത്തിൽ സഹനടിയായിട്ട് അവാർഡ് സഹനടിയും പിന്നെ അത് ആ താരത്തോടും പിന്നെ മലയാള സിനിമയിലെ സജീവമായി നിൽക്കുന്ന ഒരു താരത്തോടും കൂടിയാണ് ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാറ്. സജീവമായി നിൽക്കുന്ന ഒരു താരമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ദേശീയ അവാർഡോടുകൂടി? അതോടുകൂടി ഒരു വിലങ്ങാണോ വീണിട്ടുള്ളത്? സജീവം ഞാൻ പണ്ടും സജീവം അല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. മുന്നേ വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പം സലീം കുമാരേട്ടനൊക്കെയാണ് ഇങ്ങനെ ഒരു ഇപ്പം കിട്ടുന്നതിന് മുമ്പ് പിന്നീട് വേഷങ്ങൾ കുറഞ്ഞു എന്നൊക്കെ നമ്മളിങ്ങനെ ആരോപണങ്ങൾ പറയുന്നത്. ഞാൻ അന്ന് ഒരു കൊല്ലത്തിൽ 1-2 സിനിമ, ആ സിനിമ എല്ലാം കൂടി കൂട്ടിയാൽ ഒരു 5-6 സീന്, ഇത്രയാണ് ഞാനൊരു കൊല്ലത്ത് ചെയ്യുന്നത്. ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ് കുറേ നല്ല സിനിമകൾ വരുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നും വന്നിട്ടുമില്ല. അവാർഡ് കിട്ടുന്നത് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അവാർഡ് കിട്ടിയതിന് ശേഷം അഭിനയിച്ച സിനിമ ആളുകൾ ഇടിച്ചു കയറി കാണുന്നത് കൂടി സ്വപ്നം കണ്ടിരുന്നോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് ഉത്തരം. അങ്ങനെ ദേശീയ പുരസ്കാരം നേടിയ ഒരു അഭിനേത്രിയുടെ സിനിമ കാണാൻ മലയാളത്തിലെ പ്രേക്ഷകർക്ക് മാനേജറുടെ കാൽക്കൽ വേണ്ടി വരുന്നൊരവസ്ഥ, ആ അവസ്ഥ. അപ്പോൾ ഇനി വീണ്ടും ഒരു സുരഭിക്ക് അവാർഡ് കിട്ടണമെങ്കിൽ ഇതേപോലെ മിന്നാമിനും പോലുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു പ്രൊഡ്യൂസർക്ക് തോന്നണമെങ്കിൽ ഈ ആൾക്കൂട്ടമാണ് വരേണ്ടത്. പക്ഷേ അതേ ആൾക്കൂട്ടം തന്നെ താങ്കളെ സ്വീകരിക്കാൻ വേണ്ടി കൂട്ടം ചേരുകയും ചെയ്യുന്നു. അതെ, ഇപ്പോൾ ഞാൻ എത്രയോ ഒരു 140 സംതിങ് സ്വീകരണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സ്വീകരണത്തിൽ പങ്കെടുത്തതിൻ്റെ 10% ആളുകൾ ആ സിനിമ കയറി കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ കൂടെ എത്രയോ ആളുകൾ സെൽഫി എടുത്തിട്ടുണ്ട്, അതിൽ 1% ആളുകൾ ആ സിനിമ കയറി കണ്ടാൽ മതിയായിരുന്നു. എനിക്ക് കൺഗ്രാജുലേഷൻസ് അറിയിച്ചിട്ട് എൻ്റെ വാട്സപ്പിൽ നിറച്ച് ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5000 മെസ്സേജുകളെങ്കിലും ആ സമയത്ത് ഓരോ ദിവസം ഗ്രൂപ്പുകളിലും അതിലും ഇതിലും നമ്മളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു, രോമാഞ്ചപ്പെടുന്നു. പിന്നെ നിൻ്റെ പറയുന്നതിൽ ഞങ്ങൾ ഇതാവുന്നു എന്ന് പറഞ്ഞ 1% ആളുകൾ സിനിമ പോയി കണ്ടിട്ടില്ല.
അപ്പോൾ അവാർഡ് കിട്ടുന്ന നമുക്ക് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ യാത്രയിൽ ഇപ്പം അമൃത TV ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോഴും എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളത്. ഞാനപ്പോൾ ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു BA. അപ്പം ഞാൻ MA നാടകം എടുത്ത് അവിടേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാടകത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നാടകത്തിൽ നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ സമയത്താണ് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. അവിടെ തന്നെ എന്നെ ഉറപ്പിച്ചു. ഇതും എനിക്ക് സിനിമയിൽ നിൽക്കാനുള്ള ഒരു ഉറപ്പ്, ഒരു എന്നെ ഇങ്ങനെ ബാക്കോട്ട് തള്ളാണ്ട് ഇങ്ങനെ എപ്പോൾ ഞാൻ വലിയുമോ അപ്പോഴും ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് കിട്ടിയതുകൊണ്ടൊന്നും മലയാളത്തിന് അങ്ങനെയുള്ളൊരു നടിക്ക് അവാർഡ് കിട്ടി. ആ സമയത്ത് മലയാളികൾക്ക് അഭിമാനം, മലയാളത്തിന് അഭിമാനം എന്നൊക്കെ പറയുന്ന ഒരാൾ പോലും ആരും ഇപ്പം സാറാണെങ്കിൽ കൂടി ആ പടം കണ്ടിട്ടില്ല. മിന്നാമിനുങ്ങ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ഒരു സുരഭിയായിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടു. പൃഥ്വിരാജ് കാണാൻ പോവുകയാണ്, എല്ലാവരും കാണണം എന്ന്. അത്തരത്തിലുള്ളൊരു ബൂസ്റ്റ് ആവശ്യമാണ് ഇത്തരം സിനിമകൾ ആൾക്കാർ കയറി കാണാൻ. ഇപ്പോൾ സിനിമയിൽ തന്നെ വിമൻ ഇൻ കളക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ, വനിതാ സംഘടനകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പ്രശ്നങ്ങളിൽ അവർ ഇടപെടുക എന്നുള്ളതിനപ്പുറം അത് ഒരു വശം, ഇങ്ങനെ സിനിമകൾ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, ഒരു സംശയമില്ല. സുരഭി മാത്രമാണ് സിനിമയെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമകളൊക്കെ വരുമ്പോൾ കൂടി അവരുടെ ഇടപെടൽ അത്യാവശ്യമല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനും അതിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ അതിലുള്ള കുറച്ച് പേർ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. ഇപ്പോൾ വിജയിച്ച 2-3 സ്ത്രീകളുടെ കഥ മാത്രമല്ല, അങ്ങനെ സ്വന്തം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളാണ്. അവരൊരിക്കലും ബാക്കിയുള്ള ആളുകൾക്ക് ഹീറോയിനോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരുടെ ലൈഫിൽ അവർ ഹീറോ ആണ്. ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അപ്പം അതാണ് മെജോറിറ്റി ആയിട്ടുള്ള സ്ത്രീകളല്ലേ. അപ്പം അങ്ങനെ ഇത്രയും ശക്തമായിട്ട് ഇനി എങ്ങനെയാണ് സ്ത്രീകളുടെ കഥ പറയുക? അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അത് സംഘടനേൻ്റെതുമാണ്. അല്ലാതെ മലയാളത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല, സ്ത്രീപക്ഷ സിനിമകൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ നായകനു വേണ്ടി തുല്യ പ്രതിഫലം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ വന്ന് അങ്ങനെയല്ലേ അതിനെ പ്രോത്സാഹിപ്പിച്ചെടുത്താൽ മാത്രമല്ലേ ആളുകളിലേക്കും അത് എത്തുള്ളൂ. അതപ്പോൾ എല്ലാവരുടെയും കടമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുരഭി കൂടി അംഗമായ സംഘടനയാണ് വിമൻ ഇൻ കളക്റ്റീവ്. അപ്പം അത്തരം ചർച്ചകളൊന്നും ആ സംഘടനകൾ നടക്കാറുണ്ടോ? അത് വന്നിട്ടില്ലേ. ഇപ്പോൾ അത് ഈ ഒരു നടിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഉള്ള കുറേ ചർച്ചകളിലൂടെയാണ് പോകുന്നത്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. എല്ലാവരും കാണും. കണ്ടവർ അവരുടെ പേഴ്സണലായിട്ടുള്ള പേജിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള. ദേശീയ പുരസ്കാരം ലഭിച്ചതിന് ശേഷം നായികാ വേഷങ്ങൾ അങ്ങനെ അത് കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കിട്ടിയാൽ കിട്ടട്ടെ, മറ്റ് കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്നുള്ള നിലപാട് തന്നെയായിരുന്നു അതിന് മുൻപും ഉണ്ടായിരുന്നത്. അതായത് പ്രത്യേകിച്ചും അതിനുശേഷമാണ് പാലിയേക്കര ടോൾ ഇഷ്യൂ അടക്കമുള്ള പ്രശ്നങ്ങളിൽ താങ്കൾ ഇടപെടുന്നു. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ ആ മുഖഭാവം നേരത്തെയും ഉണ്ടായിരുന്നിരിക്കാം. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടു വരുന്നതായിരിക്കാം. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ ഒരംശം കാത്തു സൂക്ഷിക്കുന്നത് സിനിമാ ജീവിതത്തിൽ കൂടുതൽ കഥാപാത്രങ്ങൾ ലഭിക്കുന്നതിൽ ഒക്കെ തടസ്സമാകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് നേരിട്ട് അതിപ്പം എനിക്ക് അറിഞ്ഞുകൂടാ അത് അങ്ങനെ ബാധിക്കുന്നത്. അവർ ഒരു പ്രശ്നക്കാരിയാണ്, ഏത് കാര്യത്തിലും ഇടപെടുന്നതാണ്, അനീതി കണ്ടാൽ ഇടപെടുന്നതാണ്, നമ്മുടെ ലൊക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് അത്തരം മനോഭാവമുള്ള സംവിധായകർ കൂടി ഉൾപ്പെട്ടതാണല്ലോ മലയാള സിനിമ. അങ്ങനെ മനോഭാവമുള്ളവർ എന്നെ ആ സിനിമയിൽ നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിഷയം, അത് ആ ഒരു വൈകാരിക വിക്ഷോഭത്തിൽ ചെയ്തു പോയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നടിയെ ആക്രമിച്ച കേസിൽ വിഷയം വന്നപ്പോൾ സൂപ്പർതാരങ്ങൾക്ക് പോലും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ അവർ ഒന്നുകിൽ തലയിൽ കൈ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ ഫേസ് വാല്യൂ ഉള്ളവർക്ക് ഇത് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു തിരുത്തലിന് സുരഭിയെ പോലുള്ളൊരു കലാകാരി, എൻ്റെ സമൂഹത്തിൽ എന്നോടൊപ്പം ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അല്ല, അത് തീർച്ചയായിട്ടും ഒരു അത് നടിയാവണം എന്നൊന്നുമില്ല. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ കടമയാണ്. എൻ്റെ ചുറ്റുവട്ടത്തും എന്തെങ്കിലും അങ്ങനെയുള്ള ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ ഞാൻ എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അതിന് ഞാനിപ്പോൾ ഒരു നടി എന്നുള്ള രീതിയിൽ എൻ്റെ ഫേസ് വാല്യൂ അല്ലേ, അതല്ല അതിൻ്റെ ഒരു അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കും. അപ്പോഴൊക്കെ നിങ്ങളെ പറഞ്ഞ പോലെ ഒരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ
അത് അവരുടെ തോന്നലാണ്. ഈ ദേശീയ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ രണ്ട് രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഒരു സാമൂഹ്യ ബോധവും സാമൂഹ്യ പ്രവർത്തന രീതിയും ഒക്കെ ഉള്ള ഒരാൾക്കാണ് ദേശീയ അവാർഡ് കിട്ടുന്നതെങ്കിൽ അതിനുശേഷമുള്ള അയാളുടെ പ്രവർത്തന രീതികൾ, ഉദാഹരണത്തിന് സലീം കുമാർ കൃഷി നടത്തുന്ന ആളാണ്, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ആളാണ്. ദേശീയ അവാർഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ, സംസാര രീതിയിൽ ഒക്കെ ചില മാറ്റങ്ങൾ വന്നു എന്ന് ചിലർ വിമർശിക്കുന്നു. അതിനുശേഷം കിട്ടിയ വേഷങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം അടുത്തതായിട്ട് വന്ന സിനിമ അങ്ങേയറ്റം കോമഡി നിറഞ്ഞൊരു സിനിമയായിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ദേശീയ അവാർഡ് കിട്ടിയാൽ തൊട്ടടുത്ത് അവർ റിലീസ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും ഹിറ്റാവുന്ന ഏതെങ്കിലും തമാശ ചിത്രങ്ങളോ ആക്ഷൻ ചിത്രങ്ങളോ ആയിരിക്കും. ഇവിടെ സുരഭിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? സുരഭിക്ക് ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ വരുന്നു, അല്ലെങ്കിൽ എന്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? എനിക്ക് സത്യത്തിൽ ഒന്നും വരുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റവും തോന്നുന്നില്ല. സുരഭയെ സംബന്ധിച്ചിടത്തോളം ഉടനെ എന്തെങ്കിലും ചെയ്ത് കാരണം ദീർഘകാലമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എൻ്റെ ഒരു കുറെ വത്സര പദ്ധതിയാണ്, പഞ്ചവുമല്ല. സുരഭിക്ക് അഭിനയം ഡാൻസ് മാത്രമല്ല, നമുക്കറിയാം അനുകരണ കല സുരഭിയുടെ കൈവശമുണ്ട്. അപ്പം ഇല്ല അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിന് അന്ന് സുരേഷ് ഗോപിനെ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കുട്ടിയെ പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കുറച്ച് അങ്ങോട്ടായി കുറച്ച് ഇങ്ങോട്ടായി, നമ്മൾ നല്ലോണം വീട്ടിൽ നിന്ന് വിട്ടതായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയമാകുമ്പോൾ കുട്ടികളെ ഇൻസൈഡൊക്കെ മാറിയിട്ടുള്ളൊരു അങ്ങനെ തോന്നല്. എന്നെ കണ്ടാലോ? നിങ്ങളെ കണ്ടാക്കി അങ്ങനെ തോന്നാറ്. എവിടെ കണ്ടാലും സാധാരണ എപ്പോൾ കണ്ടാലും നിങ്ങൾ സ്റ്റേജ് മേൽ വരികയാണെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് നല്ലോണം ഒരുക്കി വിട്ടതായിരിക്കും. പക്ഷെ അതൊക്കെ കൊളാക്കുന്ന ഒരു ആൺകുട്ടി അങ്ങനെ തോന്നും എനിക്ക്. നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പ്രിയദർശന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്, അതൊരു പ്രത്യേക സന്തോഷം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ നാഷണൽ അവാർഡ് വേദിയിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറിന്. അപ്പോൾ പറഞ്ഞു ഇതിന് പ്രിയൻ തന്നിട്ടുള്ള അവാർഡൊന്നും അല്ല കുട്ടി, 12 പേരുണ്ടായിരുന്നു, 11 പേരും ഇവിടെ, അത്രയും ആളുകൾ ഇവിടെയുണ്ട്. ആ ആളുകളോട് സുരഭി പോയിട്ട് സംസാരിക്കണം, അവർ പറയും സുരഭിയെക്കുറിച്ച് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും പോയിട്ട് സംസാരിച്ചു. അതിലൊരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കൂളിലെ റെഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഐശ്വര്യ റായ്, ഷബാന ആസ്മി അവരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞതാണ്. ഐശ്വര്യ റായ് ഗർഭിണിയായിരുന്നപ്പോൾ ഐശ്വര്യ റായിൻ്റെ കുട്ടിയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നടക്കൂല എന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ വെറുതെ ഐശ്വര്യ റായിൻ്റെ കുട്ടിയായാലും എങ്ങനെ ഉണ്ടാവും? സുരഭിയുടെ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് ഏറ്റവും റീസെന്റ് സുരഭിയുടെ വിവാഹമോചനം വാർത്ത, സുരഭി അതിനെ ഡീൽ ചെയ്തൊരു രീതിയൊക്കെ ഉണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇങ്ങനെയും സിമ്പിൾ ആയിട്ട് സൗഹൃദത്തോടെ തന്നെ അത് പിരിയാൻ പറ്റും, അങ്ങനെ സുരഭി കാണിച്ചൊരു മാതൃകയാണെന്നൊക്കെ, അതിനെയൊക്കെ എത്രത്തോളം സഹായിച്ചു? പലരും അതിന് ഇപ്പോഴാണ് എനിക്കത് പറയാനൊരു അവസരം ഉണ്ടായത്. ഞാൻ ഇത്രയും ഇൻ്റർവ്യൂകളിലൊന്നും അത് സംസാരിച്ചിട്ടില്ല. കാരണം നാഷണൽ അവാർഡ് കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഞങ്ങൾ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ചില ടെക്നിക്കൽ ഇതുകൊണ്ട് പിന്നെയും നീണ്ടുപോയി. അത് ഈ സമയത്തായിപ്പോയി. നാഷണൽ അവാർഡിന് ശേഷമാണ്, അതിന് മുമ്പ് വരേണ്ടതായിരുന്നു, അതിന് ശേഷമാണ്. അപ്പം ഞങ്ങൾ തമ്മിലെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്, നമ്മൾ ഒരുമിച്ച് പോയാൽ ശരിയാവില്ല, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരിൽ ആരെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും കൊന്നുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചെയ്യാമെന്ന് ഞങ്ങൾ രണ്ടുപേരും വളരെ സൗഹൃദമായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന സിനിമയിൽ നീ വരാതിരിക്കരുത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിട്ടുണ്ട്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ പോയപ്പോൾ കണ്ടിരുന്നു. പിന്നെ നമുക്കൊരു സെൽഫി എടുത്തിടാം എന്ന് വിപിൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും സെൽഫി എടുത്ത്. അത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെ ആജന്മ ശത്രുക്കളാവണം എന്നൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പോകാൻ നോക്കുന്നു. അത് പറ്റില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സമയത്ത് പിന്നെ നശിപ്പിക്കരുത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് നശിപ്പിക്കരുത് എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തൊന്നും അതൊരു തീരുമാനമാവാതെ ഞാൻ ആളുകളോടൊന്നും ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, അവാർഡ് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്തും ആവാലോ, അല്ലെങ്കിൽ നടിമാർക്കൊക്കെ ഇതിങ്ങനെയാണ്, പിന്നെ അവാർഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഭർത്താവിനെ വേണ്ട, അങ്ങനെ ഒരുപാട് അല്ലാത്ത തരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു.
ഒരുപാട് ആളുകൾ ഒരു പണിയും തുറവില്ലാതെ ഇങ്ങനെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഈ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ സുരഭി വളരെ സീരിയസ് ആയിട്ടാണോ എടുക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ പേജിൽ വരുന്ന എല്ലാ മെസ്സേജും ഞാൻ നോക്കും, ഞാൻ കാണും, എന്നിട്ട് ഞാൻ അവരെ പറ്റി, അത് മനുഷ്യന്മാരെ പറ്റി പഠിക്കലാണ് സാറേ. ദിലീഷ് ഈയിടെ പറയുകയുണ്ടായി, ദിലീഷ് ഓരോ പടം ചെയ്യുമ്പോഴും സുരഭിയെ വിളിച്ച് പറയും ഈ തവണ നിനക്കില്ല. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴും ഞാനും ദിലീഷും കൂടി സംസാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അല്ല, ഞങ്ങൾ വേറെ കാര്യം സംസാരിച്ചതാണ്. ഞങ്ങൾ അത്രയും സൗഹൃദമാണ്. അപ്പോൾ എനിക്കറിയാം ടുട്ടൂൺ അങ്ങനെ അവൻ്റെ സിനിമയിൽ ഒരു ഇത് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും വിളിക്കും. ഞാൻ 5 സിനിമ വരെ കൊടുത്തിട്ടുണ്ട്. 5 സിനിമ വരെ നിൻ്റെ ആശ തീർക്ക് മലയാള സിനിമയിലെ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ മുഴുവൻ വിളിച്ച് ജയിപ്പിച്ചു. പക്ഷെ 5ാമത്തെ സിനിമയിൽ ഒരു ശവമായിട്ടെങ്കിലും ഞാനില്ലെങ്കിൽ കോഴിക്കോട് മോനെ ആ സിനിമ കളിക്കൂല, സ്ക്രീൻ ഞാൻ വലിച്ചു കയറും. പക്ഷേ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ഏത് സംവിധായകനെയും ഞാൻ സുരഭിയാണ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ ആരെ സിനിമ എടുക്കുന്നത് എന്താണെന്നുള്ളതും എനിക്ക് അറിയില്ല. ഒരു പ്രൈവറ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സെക്രട്ടറി അങ്ങനെ ഒന്നുമില്ലേ? അങ്ങനെ സെക്രട്ടറി അങ്ങനെ തോന്നൂല. എനിക്ക് അങ്ങനെ PR ഒന്നും ചെയ്യാൻ ഒന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഉണ്ടല്ലോ എന്നെ വിളിക്കുന്നുണ്ട്, നായികയുടെയും നായകന്റെയും അമ്മ വേഷങ്ങളിൽ ഒരുപാട് വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്യാൻ പോകുന്നത് ഒരു അത് ഞങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ആ റോള് ചെയ്യും. ഒരു നായികയുടെ അമ്മയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആയിക്കോട്ടെ. നാടകങ്ങളിൽ ഇഷ്ടംപോലെ അഭിനയിക്കുന്നത് കൊണ്ടൊക്കെ ആ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു വേഷം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, ഉള്ളിൽ ആഗ്രഹിക്കുന്ന കഥാപാത്രം. എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ചലഞ്ചുകളും അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ഒരാളെ അത്രയും ഏത് സംവിധായകനും ഏത് റോളും തരുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ഉള്ളൊരു ഉത്തരവാദിത്വം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ദിലീഷ് പോത്തനെ പോലെയുള്ള സംവിധായകരൊക്കെ ടുട്ടുമോൻ എന്ന് വിളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഹാസ്യം എവിടെ നിന്നാണ് വരുന്നത്? ടുട്ടുവിൻ്റെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? ഇപ്പോൾ ഇവിടെ വന്നതിനേക്കാൾ നല്ല തടിച്ചിട്ടായിരുന്നു. അപ്പോൾ ദിലീഷ് ചേട്ടനെ കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടല്ലോ, ഒരു അപ്പിയറൻസിലുള്ള ഒരു പേടി. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദിലീഷ് ചേട്ടനെ ടുട്ടുമോൻ എന്ന് വിളിക്കും. അപ്പോൾ ആ പേരിലുള്ള ഒരു ടുട്ടുത്തം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു ടുട്ടുത്താണ്. അതുകൊണ്ട് ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര സെന്റിമെൻസും പെട്ടെന്ന് കരയുകയും ഭയങ്കര സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉള്ളൊരു ഒരാളാണ്. ടുട്ടുവിൻ്റെ സ്ഥിരം ഹോബി ശനി ഞായറാഴ്ച ഞാൻ റിഹേഴ്സലിൽ ഉണ്ടാവില്ല കേട്ടോ, എന്താ എനിക്ക് പെണ്ണ് കാണാൻ പോകണ്ടേ, അങ്ങനെ പെണ്ണ് കാണാൻ പോകലായിരുന്നു പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട. സുരഭിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് മുമ്പ് ചോദിച്ചു. അപ്പോൾ അന്ന് പൃഥ്വിരാജിന്റെ വീഡിയോ കണ്ടപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിന്റെ എല്ലാ സിനിമയിലും സുരഭിനെ വിളിക്കാറുണ്ട് എന്ന്. അത് സുരഭിക്ക് ഒരു പുതിയ അറിവായിരുന്നു അല്ലേ? മൊയ്തീനിൽ ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അപ്പോൾ എന്നോട് പ്രൊഡ്യൂസർ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഞാൻ നമസ്കാരം സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, സുരഭി അല്ലേ? ഞാൻ പറഞ്ഞു അതെ. രാജു പറഞ്ഞിരുന്നു. ഞാൻ രാജു നെല്ലിമോട് കൺട്രോളർ രാജു, പിന്നുള്ളത് അസോസിയേറ്റ് രാജു. ഓക്കെ, അതിലേതെങ്കിലും അസോസിയേറ്റ് ആയിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ നാടകമൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ്. അല്ലല്ല, പൃഥ്വിരാജ്. വീണ്ടും ഒരു ലഡ്ഡു പൊട്ടി. പൃഥ്വിരാജോ? എൻ്റെ പേരോ? കാരണം അദ്ദേഹത്തിൻ്റെ ഫോണൊന്നുമില്ല, വേറെ സിനിമയിൽ ഇങ്ങനെ വരുന്നു, അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നു. പുള്ളി അതേ ഓർത്ത് വെച്ചിട്ട് ഈ ക്യാരക്ടറിന് സുരഭി നല്ലതാണെന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചു എന്നുള്ളത് എനിക്കൊരു വലിയൊരു അറിവായിരുന്നു. സുരഭിയുടെ മനസ്സിൽ ഈ പറഞ്ഞ സുകുമാരി, ഫിലോമിന എന്നിവരിലൂടെ വന്നിട്ടുള്ളൊരു മലയാളത്തിൻ്റെ പെൺ ഹാസ്യ കഥാപാത്രങ്ങൾ ആവിഷ്കരിച്ച അവർ അതിനേക്കാൾ വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു ഇല്ലായ്മയെ നികത്താൻ കഴിയുന്ന ഒരു ഊർജം എന്നിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിന് തോന്നേണ്ട എനിക്കല്ലല്ലോ, അത് തോന്നേണ്ട നിങ്ങൾക്കല്ലേ. പക്ഷെ എൻ്റെ ആഗ്രഹം ഇപ്പോൾ KPSC ലളിതാമ്മ, കൽപ്പന ചേച്ചി, സുകുമാരി അമ്മ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു അത് അവർ രണ്ടും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടല്ല, അല്ലാണ്ട് ഹാസ്യം മാത്രം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടല്ല, സീരിയസും കോമഡിയും ഒക്കെ രണ്ടും അവർ എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അവരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. 1, 2, 3 കഥാപാത്രങ്ങളിൽ ആയിരുന്നില്ല മലയാള സിനിമ ഒതുങ്ങിയിരുന്നത്. അതൊരു പരിമിതി ഇപ്പൊ തോന്നുന്നുണ്ടോ? കുറേയും കൂടി അത് കുടുംബ ചിത്രങ്ങളായിരുന്നു. കുടുംബത്തിനകത്ത് നടക്കുന്ന കുറേ എല്ലാ കഥാപാത്രങ്ങളും, അമ്മായി, ചെറിയമ്മ, വല്യമ്മ, ഏട്ടൻ്റെ ഭാര്യ, എത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ കുടുംബത്തിൽ നിന്ന് കഥ അങ്ങോട്ട് പോയല്ലോ, പുറത്തേക്കായല്ലോ കഥകൾ. അതുകൊണ്ടായിരിക്കും അവരൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കാര്യം കഷ്ടത്തിലാകല്ലോ പഠിച്ചോനെ. നോക്കൂ, 10 വർഷത്തിന് ശേഷം സുരഭി എവിടെ എത്തും എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. അങ്ങനെക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ശക്തമായിട്ട്. ഞാനിവിടെ അങ്ങനെ പോവാതെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് അടുത്ത നിമിഷം എന്ത് പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് എൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ ഞാൻ എൻ്റെ 60-ൽ വെച്ച സാധനമാണ്. അത് ഈ 30-ൽ കൊണ്ടുവന്ന് തന്നപ്പോൾ എൻ്റെ കുറേ കാലത്തേക്ക് എനിക്കൊന്നും ചെയ്യാനുള്ളതല്ല,
വലിയൊരാഗ്രഹം ഇങ്ങോട്ട് എത്തിപ്പോയി. ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏത് നിലയിലുള്ള കോംപ്രമൈസിനും തയ്യാറാണ്? അതാവശ്യമെങ്കിൽ, കച്ചവടവൽക്കരിക്കാനല്ലാതെ ആ ഇപ്പോ കഥ ആ ഫുലൻദേവിയുടെ കഥാപാത്രത്തെ അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ സീൻ ഞാൻ ചെയ്തിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ആ സീൻ ചെയ്തിരിക്കും. കാരണം അത് അവരുടെ ലൈഫിൽ സംഭവിച്ചതാണ്. അതുപോലത്തെ കഥാപാത്രങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. അതിന് പിന്നെ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ഇല്ല ഞാൻ കെട്ടിപ്പിടിക്കില്ല, അങ്ങനെ 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 അല്ലെങ്കിൽ വേറെ ഇത് ചെയ്യില്ല, അങ്ങനെ ഡ്രസ്സ് അങ്ങനത്തെ ഇതൊന്നും ഞാൻ ചെയ്യില്ല. അതല്ലാണ്ട് വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് ചുമ്മാ അതിനൊന്നും നിൽക്കില്ല. കഴിഞ്ഞില്ലേ? വളരെയധികം നന്ദി സുരഭി. എല്ലാവരും മിന്നാമിനുങ്ങ് പോയി കാണട്ടെ എന്നുള്ളതാണ് ആദ്യം ആശംസിക്കുന്നത്. ഒരു കാര്യം, സുരഭിയുടെ അടുത്ത് മിന്നാമിനുങ്ങ് കാണാത്തതിന് ക്ഷമാവണം. ഞാൻ തിയേറ്ററിൽ ചെന്ന് 150 രൂപ കൊടുത്തിട്ട് മിന്നാമിനുങ്ങ് കാണും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനൊരു അവാർഡ് പടമാണെന്ന് കരുതി ഇതിനെ തള്ളിക്കളയാതെ, ഇത് ശരിക്കും അവാർഡ് കിട്ടിയതുകൊണ്ട് അവാർഡ് പടമായി പോയതാണ്. ഒരു അവാർഡ് പടം അല്ല, ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല, ഒരു നല്ല സിനിമയാണ്. അപ്പോൾ ആ സിനിമ കണ്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ആഗ്രഹം സിനിമയിലും അഭിനയത്തിലും നിൽക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രോത്സാഹനവും സ്നേഹവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി.